പൊരിച്ച കോഴിയും ബിരിയാണിയും നല്ല കാര്യം. ശംഖുവിന്റെ ആവശ്യം നിഷ്കളങ്കം, പക്ഷേ ആരോഗ്യത്തിന് ഹാനികരം. സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയതായിരുന്നു അംഗൻവാടി വിദ്യാർത്ഥി ശംഖുവിന്റെ വീഡിയോ. അംഗൻവാടിയിലെ ഉപ്പുമാവ് മാറ്റി ബിരിയാണിയും പൊരിച്ച കോഴിയുമാക്കണമെന്നായിരുന്നു കുരുന്നിന്റെ ആവശ്യം. സംഭവം വൈറലായതോടെ ആരോഗ്യമന്ത്രി തന്നെ രംഗത്തെത്തി. അംഗൻവാടിയിലെ മെനു മാറ്റുന്നത് പരിഗണിക്കാമെന്നായിരുന്നു മന്ത്രി അറിയിച്ചത്. സംഭവം വലിയ രീതിയിൽ വാർത്തയാവുകയും ചർച്ചയാവുകയും ചെയ്തു. അംഗൻവാടിയിലെ മെനു പരിഷ്കരിക്കണമെന്ന് മിക്കവരും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമോ എന്നും ചോദ്യമുയർന്നു. അംഗൻവാടികളിലും സ്കൂളുകളിലും പൊരിച്ച കോഴിയും ബിരിയാണിയും ഉച്ചഭക്ഷണമാക്കുന്നത് ഒരു നല്ല കാര്യമല്ലെന്ന് UN ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുംകുടി അഭിപ്രായപ്പെട്ടു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം. ഇപ്പോൾ തന്നെ മലയാളികളുടെ ഭക്ഷണശീലം ഏറെ അനാരോഗ്യമാണ്. അതേസമയം തന്നെ വേണ്ടത്ര വ്യായാമങ്ങൾ ചെയ്യുന്നുമില്ല. കേരളം ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തലമുറയിൽ ഇത് മാറാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. വ്ളോഗുകാരും അൺലിമിറ്റഡ് കുഴിമന്തിക്കാരും ദിവസേന സദ്യക്കാരും പോത്തിൻ കാലുകാരും ഒക്കെയായി 3 നേരത്തെ ഭക്ഷണം ഒരു നേരം കഴിക്കുന്ന സ്വഭാവം രൂപപ്പെട്ടു കഴിഞ്ഞു. അതിനി മധ്യവയസ്സിൽ തന്നെ ജീവിതത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്ന ജീവിതശൈലി രോഗങ്ങളായി ചികിത്സാ ചിലവുകൾ താങ്ങാൻ വ്യക്തികൾക്കും സമൂഹത്തിന്റെ ആരോഗ്യ പരിപാലന ചിലവുകൾക്കും കൈകാര്യം ചെയ്യാൻ സർക്കാരിനും സാധിക്കാത്ത ഒരു പ്രതിസന്ധിയിലെത്തുമ്പോൾ മാത്രമേ ഈ മാറ്റത്തിന്റെ ഗുരുതരാവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ നിർദ്ദേശത്തെ തുടർന്ന് ഉപ്പുമാവ് മാറ്റി ബിരിയാണി ആക്കുകയല്ല. കേരളത്തിലെ ഡയറ്റീഷ്യന്മാരും ഡോക്ടർമാരും സെലിബ്രിറ്റി ഷെഫുമാരും ഒക്കെ ചേർന്ന് എങ്ങനെയാണ് കേരളത്തിന്റെ സാഹചര്യത്തിന് യോജിച്ച, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന, അവർക്ക് ആരോഗ്യകരമായ, അവരിൽ ആരോഗ്യശീലങ്ങൾ വളർത്തുന്ന ഉച്ചഭക്ഷണം സ്കൂളുകളിൽ കൊടുക്കുന്നതും അവരുടെ കുടുംബങ്ങളിലേക്ക് അനാരോഗ്യമായ ഭക്ഷണത്തിന്റെ സന്ദേശം എത്തിക്കുന്നതും എങ്ങനെയെന്ന് ചർച്ച ചെയ്യാനുള്ള അവസരമാണിതെന്നും അദ്ദേഹം കുറിച്ചു.